നമസ്കാരം. ജാതക കഥകളിലെ 33ാമത്തെ കഥ പല്ലിയും ഓന്തും. ബോധിസത്വൻ കാട്ടുപല്ലികളുടെ രാജാവാണ്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. അവൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ഒരു ഓന്താണ്. അവരുടെ ചങ്ങാത്തം കണ്ട് പല്ലികളുടെ രാജാവ് മകനെ ഉപദേശിച്ചു. മകനെ, നമ്മുടെ വർഗത്തിൽപ്പെടാത്തവരുമായി കൂട്ടുകൂടുന്നത് നന്നല്ല. മറ്റു ജീവികളുമായി ഇടപഴകുന്നത് നമ്മുടെ വംശത്തിന് തന്നെ നാശമുണ്ടാക്കും. ഓന്തുകളാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളരുതാത്ത കൂട്ടരാണ്. അവസരം പോലെ പെരുമാറും. അവൻ നിറം മാറുന്നത് നീ കണ്ടിട്ടില്ലേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും മകൻ ഓന്തുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ചില്ല. എന്നു മാത്രമല്ല, അവരുടെ ചങ്ങാത്തം നാൾക്കുനാൾ കൂടി വന്നതേയുള്ളൂ. എന്ത് പറഞ്ഞാലും മകൻ നേരെയാവില്ലെന്ന് അച്ഛന് മനസ്സിലായി. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിൽ പല്ലികളുടെ രാജാവ് തൻ്റെ മാളത്തിന് പുറകിലേക്ക് ഒരു വാതിലുണ്ടാക്കി. എന്നിട്ട് മറ്റു പല്ലികളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ എല്ലാ മാളങ്ങൾക്ക് പുറകിലേക്ക് ഒരു വാതിൽ പണിയണം. ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതുവഴി രക്ഷപ്പെടാം. പല്ലികളെല്ലാം അങ്ങനെ ചെയ്തു. ഒരു ദിവസം നല്ല മഴ പെയ്തു. മഴ കഴിഞ്ഞപ്പോൾ പല്ലികൾ പുറത്തു വന്നു. അവർ ചിതലുകളെ പിടിച്ചു തിന്നാൻ തുടങ്ങി. ദൂരെ നിന്നും ഓന്ത് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു വേടൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടത്. പെട്ടെന്ന് ഓന്ത് തളർന്നതുപോലെ അങ്ങ് കിടന്നു. വേടൻ വന്ന പാടെ ഓന്തിനെ കണ്ടു. അവൻ അതിനെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഓന്ത് ദയനീയ സ്വരത്തിൽ പറഞ്ഞു, ദീനം പിടിച്ച് തളർന്നു കിടക്കുന്ന എന്നെ എന്തിനാണ് പിടിക്കുന്നത്? ദാ അപ്പുറത്ത് നല്ല തടിച്ച പല്ലുകളുണ്ട്, അവയെ പിടിക്കരുതോ? വേടൻ അപ്പുറത്തേക്ക് നോക്കി. ശരിയാണ്, നല്ല തടിയൻ പല്ലികൾ ചിതലിനെ തിന്ന് തിമിർക്കുന്നു. വേടൻ അവയെ പിടിക്കാൻ അങ്ങോട്ടോടി. അയാൾ വരുന്നത് കണ്ട പല്ലികളൊക്കെ മാളത്തിൽ കയറി ഒളിച്ചു. അത് കണ്ട ഓന്ത് പിന്നാലെ വന്ന് വേടനോട് പറഞ്ഞു, മാളത്തിൻ്റെ വാതിലിൽ പുകയ്ക്കാമെങ്കിൽ പല്ലികളെല്ലാം പുറത്തു ചാടും. വേടൻ ഉടൻ തന്നെ മാളത്തിൻ്റെ വാതിലിൽ ചപ്പും ചവറും വാരിയിട്ട് തീ കൊടുത്തു. മെല്ലെ പുക ഉയരാൻ തുടങ്ങി. ആ പുക മാളത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ പല്ലികൾ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ടു. തൻ്റെ അച്ഛനും അമ്മയുമൊക്കെ പിൻവാതിലിലൂടെ പേടിച്ചോടിയ കഥ കൂട്ടുകാരനെ അറിയിക്കാൻ പല്ലികളുടെ രാജാവിൻ്റെ മകൻ പെട്ടെന്ന് തന്നെ ഓന്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അച്ഛനമ്മമാരുടെ പേടിച്ചോട്ടത്തിൻ്റെ കഥ പറഞ്ഞ് അവർ ചിരിച്ചു രസിച്ചു. ഇതിനിടയിൽ മാളത്തിൽ കയറിയ പല്ലികളെ കാണാതെ കോപിച്ച വേടൻ തിരിച്ചു വന്നു. അപ്പോഴാണ് ഓന്തും പല്ലിയും കൂടി ചിരിച്ചു കളിക്കുന്നത് കണ്ടത്. അയാൾ ഓടിച്ചെന്ന് രണ്ടിനെയും പിടികൂടി കൊന്ന് സഞ്ചിയിലിട്ടുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. നന്ദി.